നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ളൊരു സംശയമാണ്. നിങ്ങളുടെ വ്യക്തി ഇത്രയും കാലവും നിങ്ങളെ ശരിക്കും ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വ്യക്തിയോട് അങ്ങോട്ട് സ്നേഹം? നിങ്ങൾ സ്നേഹിച്ചതിൻ്റെ ഒരു 100-ൽ1 അംശമെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിനെ പല തവണയും അലട്ടുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിരുന്ന് വിഷമിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് ഇതിനെ പലപ്പോഴും പലരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ടായിരുന്നു? ഇപ്പോഴും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആലോചിക്കുന്നുണ്ടോ? നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്തതിനെക്കുറിച്ചോട്ട് ഓർത്തിട്ട് അവർക്ക് കുറച്ചെങ്കിലും കുറ്റബോധം ഉണ്ടോ? ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അവസാനം നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നും കൂടെ നോക്കുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി പൂർണ്ണമായും ആ ഒരു പ്രശ്നം സോൾവ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുത്തിട്ട് സിറ്റുവേഷൻ മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പേഴ്സണൽ റീഡിംഗ് എടുക്കുക. പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം സിറ്റുവേഷൻ മനസ്സിലാക്കി വേണ്ടുന്ന പരിഹാരം ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക. പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിങ്ങൾക്ക് പേഴ്സണൽ റിച്വൽസ് ആണ് തരുന്നത്. നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിനായിട്ട് പേഴ്സണൽ റിച്വൽസിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം ഒരു സ്പെൽ വർക്ക് ആൻഡ് അഫർമേഷൻ പറയുന്നുണ്ട്. ഇത്രയും നാളും സ്നേഹം ചോദിച്ച് അല്ലെങ്കിൽ സ്നേഹം യാചിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ പോയതാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പെൽ വർക്ക് അല്ലെങ്കിൽ ഒരു അഫർമേഷൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിനായി നിങ്ങളുടെ പിന്നാലെ വരുന്നതുമായിരിക്കും. തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ ആ തേർഡ് പേഴ്സണെ നിങ്ങളുടെ പേഴ്സൺ തന്നെ ഉപേക്ഷിക്കുന്നതുമായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഏസ് ഓഫ് സോർഡ്സ്, ദ ടവർ കാർഡ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, ദ ലവേഴ്സ് കാർഡ്, ദ സൺ കാർഡ്, 3 ഓഫ് കപ്സ്, Knight of Cups, 2 of Swords, the Hermit card, 3 of Swords, 7 of Pentacles, King of Cups, 2 of Pentacles, 10 of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നത് ദ ജസ്റ്റിസ് കാർഡാണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത് ഒരിക്കലും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ബ്രേക്കപ്പ് ആകും ഈ ഒരു സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും നിങ്ങളുടെ വ്യക്തി അറിഞ്ഞിരുന്നില്ല. നിങ്ങളെ സ്നേഹിച്ചത് ഒരിക്കലും നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ടേ ആയിരുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യമുണ്ടായ ഏറ്റവും കൂടുതൽ അവർ ഡീപ്പായിട്ട് സ്നേഹിച്ചത് നിങ്ങളെയാണ്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ മറ്റൊരു പ്രണയബന്ധം നേരത്തെ ഉണ്ടായേക്കാം. പക്ഷേ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആഴത്തിൽ അവർ മനസ്സറിഞ്ഞ് സ്നേഹിച്ചത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെന്ന പേഴ്സണിനെ ഇപ്പോൾ അവർ പെർമനൻ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആക്കിയിട്ട് പോയാലും അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കോണ്ടാക്റ്റിൽ ഇല്ലാഞ്ഞിട്ട് കുറേ നാളായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെന്ന വ്യക്തിയെ അവർക്ക് ഒരു കാലത്തും ഒരു ദിവസം പോലും ഓർക്കാതിരിക്കാൻ സാധിച്ചിട്ടില്ല. അവർ ഇപ്പോഴും ഈ നിമിഷവും നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ തന്നെ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ടാവാം, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് 1% തിരിച്ച് ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടോ? ഇത് ചിന്തിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റീസൺസ് ഉണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചതായിട്ട് കാണുന്നുണ്ട്. ആ പണം ഒന്നും നിങ്ങൾക്ക് ഒരുപക്ഷെ തിരിച്ചു തന്നിട്ടുണ്ടാവുകയില്ല. നിങ്ങൾ അതുകൊണ്ടാവാം
നിങ്ങളുടെ വ്യക്തിയെ ഇതുപോലെ സംശയിക്കുന്നത്? പണത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു നിങ്ങളെന്ന വ്യക്തി അതായത് ആ വ്യക്തി ഉപയോഗിച്ചതായിരുന്നു നിങ്ങളെ? പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ട്വിൻ ഫ്ലെയിം ആയിരുന്നു. ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പ്രണയിച്ചത്. വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പ്രണയിച്ചത്. ഒരു പക്ഷേ നിങ്ങളുടെ പ്രണയത്തിനായിട്ട് കൂട്ടുനിന്ന, ഇതിനകത്ത് വ്യക്തമായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു ആഴം നല്ല രീതിയിൽ അറിയാവുന്ന, ആ ഒരു പ്രണയബന്ധത്തിന് കൂട്ടുനിന്നിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു നിങ്ങളെ ചതിച്ചത്. നിങ്ങളെ ചതിക്കാനായിട്ട് മറ്റൊരു വ്യക്തിയും ഇതിൽ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച ആ ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു തേർഡ് പേഴ്സൺ, അതായത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഇപ്പോൾ അഫെയറിലുള്ളത് നിങ്ങളുടെ കൂടെ നിന്ന് തന്നെ നിങ്ങളെ ചതിച്ച നിങ്ങളുടെ മറ്റൊരു സുഹൃത്താണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റാർക്കോ ഈ ഒരു റിലേഷനെ പറ്റി വ്യക്തമായിട്ട് അറിയാമായിരുന്നു. നിങ്ങളെ ശരിക്കും നല്ല രീതിയിൽ ഒരു പൊട്ടം കളിപ്പിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പായിരുന്നു നിങ്ങളുടേത്. നിങ്ങൾ തന്നെ ഈ ഒരു സത്യം അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ, പ്രണയബന്ധത്തിൽ അവർ കൂട്ടുനിന്നിട്ട് ഈ ഒരു ചതിവ് നിങ്ങളുടെ അടുത്ത് കാണിച്ചോ എന്ന്. ഇവിടെ നിങ്ങളുടെ പേഴ്സണിന് അവരുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നപ്പോഴാണ് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായത്. നിങ്ങളുടെ വ്യക്തി ആ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിൽ ആവാനുള്ള റീസണായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, 2 വ്യക്തികൾ ചേർന്ന് നിങ്ങളുടെ പേഴ്സണിനെ ശരിക്കും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കൊരു മോശപ്പെട്ട പാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാകാം അതായത് നിങ്ങളുടെ ഈ ഒരു പേഴ്സണിനെ നിങ്ങൾ ചതിക്കുന്നു എന്ന് പറഞ്ഞിട്ടാവാം നിങ്ങൾ തമ്മിലൊരു തെറ്റിദ്ധാരണ പരത്തുവാൻ ഈ 2 വ്യക്തികൾക്ക് സാധിച്ചു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തെ തെറ്റായിട്ട് ഇവിടെ യൂണിവേഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത്, ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പല കാര്യങ്ങളും ഒന്ന് തുറന്ന് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ തയ്യാറായില്ല. കാരണം ഈ 2 പേഴ്സൺ തന്നെ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത്, ഒരിക്കലും അവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കരുത്, ഇവരാണ് പറഞ്ഞത്, ഇവരുടെ പേര് നിങ്ങളോട് റിവീൽ ചെയ്യരുത് എന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തോ നേടിയതുപോലെയാണ് ഇപ്പോൾ ആ തേർഡ് പേഴ്സൺ ജീവിക്കുന്നത്. അതായത് അവർ ഇപ്പോൾ ശരിക്കും സന്തോഷമായിട്ട് ആനന്ദിക്കുന്നുണ്ട് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിച്ചതിന്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ ശരിക്കും ഒരു ഡീപ്പ് അഫെയർ തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവർ തമ്മിൽ ഫിസിക്കലി റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. പലതവണയും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് നിങ്ങളുടെ വ്യക്തി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ആ വ്യക്തി ചതിക്കുകയായിരുന്നു, നിങ്ങളെ ചതിക്കേണ്ടായിരുന്നു, ഒരിക്കലും ചതിക്കണം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടിയല്ല നിങ്ങളുമായിട്ട് അഫെയർ ആയത്. ഇതൊക്കെ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പറയുന്നത്, നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണിനെ ചതിക്കുകയായിരുന്നു, നിങ്ങളുടെ പേഴ്സണിന് ഒരിക്കലും പറ്റിയ ഒരു ബന്ധമല്ല നിങ്ങളുമായിട്ടുള്ളത്, നിങ്ങൾക്ക് പല സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ പല പുരുഷനുമായിട്ട് ഒരുപാട് റിലേഷൻഷിപ്പ് വൺസ് ഉണ്ടായതായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴൊക്കെ പറഞ്ഞാലും ഇതൊക്കെ തന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ വിഷം കുത്തിവെച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും വേണ്ട എന്ന് വെച്ചത്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് തന്നെ ഈ ഒരു നിങ്ങളെ കുറ്റം പറഞ്ഞ്, അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെ പറ്റിയുള്ള കുറ്റങ്ങൾ നിങ്ങളുടെ വ്യക്തിയെടുത്ത് പറഞ്ഞ് നിങ്ങളുമായിട്ട് ഓൾറെഡി കുറച്ച് ഡിസ്റ്റൻസിലായിട്ട് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരുപാട് അടുത്തു. ആ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പലതവണയും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ചോദിക്കണം എന്ന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ടായിരുന്നു. അവർ ഒറ്റയ്ക്കിരുന്ന് പലതവണയും ആലോചിച്ച്, നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ശരിക്കും എന്തെങ്കിലും പറയാൻ വിട്ടുപോയതാണോ,
നിങ്ങൾ ശരിക്കും നിങ്ങളുടെ പേഴ്സണിനെ ചതിക്കുകയായിരുന്നു. ഇതൊക്കെ അവർ ഒറ്റയ്ക്കിരുന്ന് പലതവണ ആലോചിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ അവർക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ടുള്ള പല കുറ്റങ്ങളും തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും അവർക്ക് ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അടുത്ത് ദേഷ്യമുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ ആ ഒരു ദേഷ്യത്തിൻ്റെ പേരിലാണെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് ഈ ഒരു കാര്യം ചോദിക്കണമെന്ന് ആ ഒരു വ്യക്തിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും അവർക്കത് ചോദിക്കാൻ സാധിച്ചില്ല. അത് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് മൂലം തന്നെയാണ് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവർക്കറിയാം. അവർ പക്ഷെ ഒരു സൈഡും കൂടെ ചിന്തിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ആ വ്യക്തി ചീറ്റ് ചെയ്യുകയായിരുന്നു എന്ന് അവർക്ക് തന്നെ അറിയാം. എന്നാൽ തന്നെയും അവർക്ക് ആ ഒരു കാര്യത്തിൽ കുറ്റബോധമില്ലായിരുന്നു. അവർ ചിന്തിച്ചത് നിങ്ങൾ എന്തായാലും ആ ഒരു വ്യക്തിയെ ചീറ്റ് ചെയ്തതല്ലേ, പിന്നെ അവർ നിങ്ങളെ ചീറ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം, എന്താണ് അതിൽ കുഴപ്പമുള്ളത് എന്നവർ ചിന്തിച്ചു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് പലതവണയും സഹായം ചെയ്തിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങൾക്ക് പലതവണയും തിരിച്ചു തരാനും ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാമ്പത്തികത്തിനെ കുറിച്ചിട്ട് കുറച്ച് നാളിന് മുന്നേ നിങ്ങൾ കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആകുന്നതിന് മുന്നേ നിങ്ങളുടെ അടുത്ത് സാമ്പത്തികത്തിനെ കുറിച്ചിട്ട് ആ വ്യക്തി സംസാരിച്ചിട്ടുണ്ടാവാം. കാരണം ഇത്രയും നാളും അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടില്ല. നിങ്ങൾ തമ്മിൽ ഒരു കണക്ക് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള അപവാദം ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി കേൾക്കാൻ ഇടയായ സാഹചര്യത്തിലാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സാമ്പത്തിക ഇടപാട് എങ്ങനെയെങ്കിലും തീർക്കണം, അവസാനിപ്പിക്കണം എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ കടന്നുകൂടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ചിട്ട് ആ വ്യക്തി നിങ്ങളോട് സംസാരിച്ചത്. ഇവിടെ നിങ്ങളെന്ന വ്യക്തി ശരിക്കും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും വരുന്ന കഠിനമായ ശത്രുദോഷം നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരു 3 പേരുടെ ശത്രുദോഷം ഉള്ളതായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ആൾക്കാരിൽ നിന്ന്, ഈ 3 പേരിൽ നിന്നും വരുന്ന കംപ്ലീറ്റ് നെഗറ്റീവ് എനർജീസോ ബ്ലാക്ക് മാജിക് എനർജിയോ ശത്രുദോഷമോ എല്ലാത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പലതവണ നിങ്ങളൊരു ക്ഷീണിതനായി അല്ലെങ്കിൽ ക്ഷീണിതയായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾ നിന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്നതിലല്ല, നിങ്ങൾ സഹിക്കുന്നതിലപ്പുറമായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ നല്ല രീതിയിൽ ബാധിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ എന്തോ ഒരു കൈവശം ചെന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് എന്തോ കഴിക്കാൻ കൊടുത്തതിൽ നിന്നുമാണ്, കുടിക്കാനല്ല കഴിക്കാൻ കൊടുത്തതിൽ നിന്നുമാണ് കൈവശം ബാധിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെന്ന പേഴ്സൺ അകന്ന് പോകാൻ വേണ്ടിയിട്ടും ഈ ഒരു തേർഡ് പേഴ്സൺ എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് ചെയ്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ഡീപ്പായിരുന്നു. നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ടായിരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഠിനമായിട്ട് ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. ആ ഒരു നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പ്രാർത്ഥന കൊണ്ടിട്ട് നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുള്ള ആ ഒരു ബ്ലാക്ക് മാജിക്ക് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സണിനെ അത് ബാധിച്ചിട്ടുണ്ട്. ആ പേഴ്സൺ നിങ്ങളെ വേണ്ടെന്ന് വെച്ചു. ആക്ച്വലി നിങ്ങളുടെ പേഴ്സണിനെ വേണ്ട എന്ന് പറയുവാൻ വേണ്ടിയിട്ട്, വേണ്ടെന്ന് വെച്ച് ബ്രേക്കപ്പ് ചെയ്തിട്ട് നിങ്ങൾ പോകുവാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു തേർഡ് പേഴ്സൺ ബ്ലാക്ക് മാജിക് ചെയ്തത്. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർ ചെയ്ത ആ ഒരു ബ്ലാക്ക് മാജിക്ക് നിങ്ങൾക്ക് ഏറ്റിട്ടില്ല. കാരണം നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു ഓറ എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരാം. നിങ്ങൾ സ്നേഹിച്ച അത്രയും സ്നേഹം നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ച് നിങ്ങളുടെ അരികിൽ ഇല്ലായിരുന്നോ? നിങ്ങളുടെ അടുത്ത് ആ ഒരു സ്നേഹം ഇല്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യം. തീർച്ചയായിട്ടും ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ഡീപ്പായിട്ടാണോ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചത്, ആ ഒരു സ്നേഹം നിങ്ങളുടെ വ്യക്തി തന്നിട്ടില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് എത്ര സ്ഥാനമാണോ ഉള്ളത്, ആ ഒരു സ്ഥാനം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്കില്ലായിരുന്നു.
നിങ്ങൾ ഒരുപാട് കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ സ്നേഹിച്ചവരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനെ ആവട്ടെ, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ആവട്ടെ, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് കാരണം അവർക്ക് നിങ്ങളുടെ അടുത്ത് ദേഷ്യമാണ്. ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ജോലിക്കാര്യം, നിങ്ങളുടെ കരിയർ പോലും കളഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തം പോലും കളഞ്ഞ് നിങ്ങളുടെ വ്യക്തിക്ക് പല തവണയും നിങ്ങൾ കാവലിരുന്നിട്ടുണ്ട്. നിങ്ങളുടെ സമയങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പണമാവട്ടെ, സ്നേഹമാവട്ടെ, കെയറിങ് ആവട്ടെ, ഇതെല്ലാം നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ ശരിക്കും ആ വ്യക്തി യൂട്ടിലൈസ് ചെയ്യുകയായിരുന്നു എന്ന് തന്നെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം, നിങ്ങൾക്ക് നീതി ലഭിക്കുകയില്ലേ എന്നുള്ളൊരു ചോദ്യം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നീതി ലഭിക്കുമെന്ന് തന്നെയാണ്. കാരണം നിങ്ങളുടെ സ്നേഹം, ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്കുള്ള സ്നേഹം വളരെ ആത്മാർത്ഥമായിരുന്നു. ആരെയും നിങ്ങൾ പറ്റിച്ചിട്ടില്ല. നിങ്ങൾ ആരെയും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചതിച്ചിട്ടില്ല. നിങ്ങളെപ്പറ്റി മറ്റൊരു വ്യക്തി വന്ന് മോശമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അത് അവരുടെ ഒരു ഡ്യൂട്ടി ആയിരുന്നു. പക്ഷെ അത് അവർ ചെയ്തില്ല. അത് ശരിക്കും യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയെ തന്നെയാണ് അവിടെ കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി ആക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു കാര്യം ശരിക്കും ഭയന്നിരുന്നു. കാരണം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണല്ലോ നിങ്ങളെപ്പറ്റി വളരെ മോശമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അത് നിങ്ങളുടെ അടുത്ത് ചോദിച്ച് ക്ലിയർ ആക്കിയില്ല. പക്ഷേ ഇവിടെ നിങ്ങളുടെ അടുത്ത് ചോദിച്ച് ക്ലിയർ ആക്കാത്തതിൻ്റെ റീസൺ, നിങ്ങൾ ഒരു പക്ഷേ അത് സത്യമാണെങ്കിലും സത്യമാണെന്ന് പറയുമോ, നിങ്ങൾ കള്ളം പറയുമോ, അതൊരു കഴിഞ്ഞ കാര്യമല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയുമോ, ഇത് ആ വ്യക്തി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ചോദിക്കാഞ്ഞത്. മറ്റുള്ളവർ എന്ത് പറയും എന്ന് പേടിച്ചിട്ടാണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആ വ്യക്തി കംപ്ലീറ്റ്ലി നിർത്തിയത്. കുറേ പുരുഷന്മാരുമായിട്ട് അല്ലെങ്കിൽ കുറേ സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള ഒരാളെയാണ് ലൈഫ് ലോങ് നിങ്ങളുടെ വ്യക്തി ചുമക്കുന്നത് എന്ന് മറ്റൊരു വ്യക്തിയെ കൊണ്ടിട്ട് ഇവർക്ക് കേൾക്കുവാൻ അല്ലെങ്കിൽ പറയിക്കുവാൻ ആഗ്രഹമില്ലായിരുന്നു. നിങ്ങളെ അവർ കൂടെ കൊണ്ടു നടക്കുമ്പോൾ മറ്റാരെങ്കിലും നിങ്ങളെപ്പറ്റി മോശം പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കുമോ? അങ്ങനെ മറ്റുള്ളവർ മോശം പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്ന ഒരു വ്യക്തിയെ അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ടായിരുന്നു. അതിനായിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്ത ആ ഒരു ചതിവിന് ഉറപ്പായിട്ടും യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തിരിച്ചടി, ഒരു കർമ്മ അനുഭവിക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലൂടെയാണോ കടന്നു പോകുന്നത്, ആ ഒരു സിറ്റുവേഷനല്ല, അതിൻ്റെ അപ്പുറം നിങ്ങളുടെ വ്യക്തി ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടെ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ശരിക്കും മുറിവേൽപ്പിച്ചവരാണ് നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സൺ. നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ നിങ്ങൾക്കുണ്ടായ ഹൃദയവേദനയേക്കാൾ 100 മടങ്ങ് കൂടുതലായിരിക്കും നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും അനുഭവിക്കാൻ പോകുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിയുടെ കംപ്ലീറ്റ് കാശും ഈ ഒരു തേർഡ് പേഴ്സൺ കൈക്കലാക്കി അവരെ ഉപേക്ഷിക്കുമെന്ന് തന്നെ കാണിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളെക്കുറിച്ചിട്ട് ഓർത്ത് കരയുന്ന ഒരു പേഴ്സണായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റാരിൽ നിന്നൊക്കെയോ നിങ്ങളുടെ വ്യക്തി നിങ്ങളൊരു നിരപരാധിയായിരുന്നു എന്ന സത്യം തിരിച്ചറിയുന്നതായിരിക്കും. ആ ഒരു സമയം തൊട്ട് നിങ്ങളുടെ അടുത്തൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ ആ വ്യക്തിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങളും, ആ ഒരു സ്നേഹത്തിനെയൊക്കെ കുറിച്ച് നിങ്ങളുടെ വ്യക്തി ആലോചിച്ചിരുന്ന് കരയുന്നതായിരിക്കും. നിങ്ങളുടെ അടുത്ത് ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും നിങ്ങളുടെ വ്യക്തി മാപ്പ് പറഞ്ഞ്, നിങ്ങളുടെ അരികിൽ മാപ്പ് പറഞ്ഞ്, നിങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നതായിരിക്കും. ആ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലാകും, നിങ്ങളെപ്പോലെ, നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ മറ്റാർക്കും ഈ ലോകത്ത് ആ വ്യക്തിയെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്ന സത്യം. ശരിക്കും നിങ്ങളുടെ വ്യക്തി ഒരു ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിലേക്ക് യൂണിവേഴ്സ് കൊണ്ടെത്തിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും അവർ അനുഭവിക്കാൻ പോകുന്ന ആ ഒരു സ്ട്രെസ് ആണെങ്കിലും ഡിപ്രഷൻ ആണെങ്കിലും.
ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ചതിച്ചിട്ട് പോയി എന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി ചെയ്ത ചതിവിനെ ഓർത്തിട്ടായിരിക്കും അവർ ദുഃഖിക്കുന്നതും അവരുടെ ജീവിതം നശിക്കാൻ പോകുന്നതും. നിങ്ങളെ ചീറ്റ് ചെയ്തതും നിങ്ങൾക്കെതിരെ കുറേ പാപങ്ങൾ നിങ്ങളുടെ വ്യക്തി ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നൊരു പേഴ്സണായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ വ്യക്തി കടന്നു പോകുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി അതിയായി ആഗ്രഹിക്കും നിങ്ങളെന്ന വ്യക്തി ആ ഒരു വ്യക്തിയെ ഒന്ന് തിരക്കിയായിരുന്നെങ്കിൽ, ആ വ്യക്തിയുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയുടെ അടുത്ത് ഒന്ന് വന്നിരുന്നെങ്കിൽ, നിങ്ങളുടെ സ്നേഹവും കെയറിങ്ങും ഒരു നിമിഷമെങ്കിലും അവർക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് അവർ അതിയായി ആഗ്രഹിക്കും. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില അവർ ശരിക്കും മനസ്സിലാക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ പിന്നാലെ വരേണ്ട ഒരു സ്പെൽ വർക്കിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഒരു സിമ്പൽ വരയ്ക്കുക. തൊട്ട് മുകളിലായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരെഴുതി 3 തവണ അണ്ടർലൈൻ ചെയ്യുക. തൊട്ട് താഴെ നിങ്ങളുടെ പേരെഴുതി 3 തവണ അണ്ടർലൈൻ ചെയ്യുക. റൈറ്റ് സൈഡിൽ യു ഓൺലി ലവ് മീ എന്ന് എഴുതിയിട്ട് ശേഷം 3 തവണ അണ്ടർലൈൻ ചെയ്യുക. 4 കോർണേഴ്സിലായിട്ടും 888 എന്ന് എഴുതുക. ഇത് നിങ്ങൾ പച്ച കളറിലെ പേന കൊണ്ടിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. പച്ചയോ നീലയോ. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ട് വരച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു സിമ്പിൾ നിങ്ങൾ ചാർജ് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾ ചെയ്യേണ്ട രീതി, നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഇതിനകത്ത് വെക്കുക, തൊട്ട് മുകളിൽ ലെഫ്റ്റ് ഹാൻഡും വെക്കുക. അതിനുശേഷം ഈ ഒരു അഫർമേഷൻ നിങ്ങൾ കേട്ടാൽ മതിയാകും. ഇങ്ങനെയാണ് ഈ ഒരു അഫർമേഷൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ കാണുമ്പോൾ എൻ്റെ ഫ്രീക്വൻസി സ്നേഹത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് ഉയരുന്നതിനാൽ ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം ഇപ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം എനിക്ക് ഇന്നും എന്നും എപ്പോഴും ഇതുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. എൻ്റെ ജീവിതത്തിലേക്ക് എല്ലായ്പ്പോഴും ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ദിവ്യമായ സ്നേഹത്തെ സ്വീകരിക്കാനായി ഞാൻ സന്തോഷത്തോടെയും നന്ദിയോടെയും ഒരുങ്ങിയിരിക്കുകയാണ്. എനിക്ക് ചുറ്റും എപ്പോഴും ഉള്ളതും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുമായ സ്നേഹത്തെ സ്വീകരിക്കുന്നതിനായി ഞാൻ സന്തോഷത്തോടെയും നന്ദിയോടെയും ഒരുങ്ങിയിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ സ്നേഹവും സാമീപ്യവും ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോൾ മുതൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിക്കുകയും എൻ്റെ സ്നേഹവും സാമീപ്യവും തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോൾ മുതൽ അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കേൾക്കുമ്പോഴെല്ലാം അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഇത് ഞാൻ ഓരോ തവണയും കേൾക്കുമ്പോൾ അവരുടെ മെസ്സേജ്, അവരുടെ ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മിസ് കോളെങ്കിലും എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മുതൽ ഇനി അങ്ങോട്ട് നിരന്തരമായി അവരുടെ സ്നേഹം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരുന്നിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം ഈ ഒരു സ്പെൽ വർക്ക് നിങ്ങൾ മടക്കി നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ സൂക്ഷിക്കുക. ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസ് സോൾവ് ആക്കുവാൻ വേണ്ടിയിട്ട് പേഴ്സണൽ സ്പെൽ വർക്ക് തന്നെ ഉപയോഗിക്കുക. വളരെ പെട്ടെന്ന് പ്രശ്നങ്ങൾ സോൾവ് ആക്കാൻ സഹായിക്കുന്നതാണ്. അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.